നമ്മുടെ സങ്കടങ്ങളൊക്കെ നമ്മുടെ കൂടെയുള്ളവർക്കും വലിയ സങ്കടമാവുമെന്ന് വലിയൊരു തെറ്റിദ്ധാരണ മനുഷ്യർക്കെല്ലാം ഉണ്ട്. ചിലരൊക്കെ പലരോടും സങ്കടം പറയാൻ മടിക്കുന്നത് അവരെയും കൂടി വിഷമിപ്പിക്കണ്ടല്ലോ എന്ന ശുദ്ധമായ ചിന്ത കൊണ്ടാണ്. എന്നാൽ അനുഭവമുള്ളവരോട് ചോദിക്കൂ, അവർ പറയും അതൊരു തെറ്റിദ്ധാരണയാണെന്ന്. അപൂർവമായി ചില മനുഷ്യർ നമ്മുടെ സങ്കടങ്ങളെ അവരുടെ സങ്കടങ്ങളാക്കി നെഞ്ചേറ്റിയേക്കും. ഭൂരിപക്ഷവും പക്ഷേ ഉള്ളിൽ ചിരിക്കുന്നവരാണ്. അവരൊക്കെയും ചികഞ്ഞ് നമ്മളോട് ചോദിക്കുന്നത് നമ്മുടെ സങ്കടം കേട്ട് പരിഹാരം പറഞ്ഞു തരാനോ സങ്കടത്തിൽ പങ്കുചേർന്ന് അതിൻ്റെ ഭാരം കുറയ്ക്കാനോ അല്ല, അടുത്തയാളോട് പറഞ്ഞ് ചിരിക്കാൻ അവർക്കൊരു പുതിയ കഥ കിട്ടാനാണ്. നമ്മുടെ സങ്കടങ്ങൾ വേദനകളാവുന്നത് നമുക്ക് മാത്രമാണ്. നമ്മളിനി എത്രയൊക്കെ വർണ്ണിച്ചാലും രണ്ടാമതൊരാൾക്ക് അതൊരു കഥ മാത്രമാണ്. ഒന്നുകിൽ അവർക്ക് സ്വയം ആസ്വദിക്കുവാനുള്ളൊരു കഥ, വേറെ ചിലർക്ക് അടുത്തയാളോട് പറയാനുള്ളൊരു കഥ. കണ്ണിൽ കണ്ടവരോടൊക്കെ കണ്ണീരൊഴുക്കി കഥനം പറയുമ്പോൾ ഒന്ന് ഓർത്തോളൂ, അവർക്ക് പറഞ്ഞു ചിരിക്കാനുള്ള പുതിയൊരു കഥയിലെ കഥാപാത്രമാവുകയാണ് നമ്മൾ. പറയാതെ അറിഞ്ഞ് ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കുന്നൊരു മനുഷ്യൻ കൂടെയുണ്ടെങ്കിൽ അവരെ മാത്രം വിശ്വസിക്കുക. പറഞ്ഞ് ചിരിക്കാനുള്ള കഥയൊരുക്കി നൽകി അതിലെ കഥാപാത്രമാവരുത്. നമ്മൾ അനുഭവിച്ചതൊക്കെയും നമുക്ക് ജീവിതവും അവർക്ക് കഥയുമാണ്. അവരുടെ കഥയിൽ നിറം പിടിപ്പിക്കാൻ അവർ നമ്മളെ കോമാളിയാക്കും. അറിഞ്ഞുകൊണ്ട് അതിനൊരിക്കലും ഇടം കൊടുക്കരുത്. കടപ്പാട്. തനിച്ച് ലോകം സൃഷ്ടിച്ചവരൊന്നും തനിക്ക് വേണ്ടി മാത്രമുള്ള ലോകം സൃഷ്ടിച്ചവരായിരുന്നില്ല. ആഗ്രഹങ്ങളുടെ പരിധി മാത്രമല്ലെന്നേ അവയോടുള്ള സമീപനവും പ്രധാനമാണ്. സ്വന്തം സ്വപ്നങ്ങൾ ഉണ്ടാകണം. അതിനർത്ഥം സ്വന്തം കാര്യങ്ങൾക്കായി മാത്രം സ്വപ്നം കാണണമെന്നല്ല. ഞാനും എനിക്കും എന്നതിനേക്കാൾ ഉപരിയായി എല്ലാവർക്കും വേണ്ടിയെന്ന നിലപാടെടുക്കുന്നവരുണ്ട്. ഇവരാണ് സമൂഹത്തിൽ കൂടുതൽ മനസ്സിലാക്കപ്പെടുന്നവരും അംഗീകരിക്കപ്പെടുന്നവരും. കാരണം അവർ തങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായി നിർവഹിച്ചുകൊണ്ട് കഷ്ടങ്ങൾ അഭിമുഖീകരിച്ചിട്ടും മറ്റുള്ളവരുടെ സന്തോഷത്തിനായി ജീവിക്കും. അവരെ വളരെ ഉത്തരവാദിത്തമുള്ളവരായിട്ടാണ് നമ്മളൊക്കെ കാണുന്നത്. അവർ എവിടെയും സ്വീകാര്യരാകും. അവിടെ ത്യാഗമുണ്ട്, പരോപകാരമുണ്ട്, നിസ്വാർത്ഥതയുണ്ട്. നിസ്സഹായരായി പോകുന്ന മനുഷ്യർക്ക് തണലായി എത്തുന്നവർ, നമുക്ക് വേണ്ടി സംസാരിക്കുന്നവർ, കറപുരളാതെ നിറങ്ങൾ കൊണ്ട് മറ്റുള്ളവർക്കായി ജീവിതം നെയ്യുന്നവർ. തനിച്ച് ലോകം സൃഷ്ടിച്ചവരൊന്നും തനിക്ക് വേണ്ടി ഒരു ഉറുമ്പ് വെള്ളത്തിൽ പെട്ടുവാണ്. ഉറുമ്പിനെ നീന്താ അറിഞ്ഞൂടെ? ഉറുമ്പ് ഇങ്ങനെ ഇങ്ങനെ കിടക്കാം. ഉറുമ്പ് ആകെ ഇടങ്ങേറി പെട്ട് കിടക്കുമ്പോൾ ഒരു ഇല വന്ന് വെള്ളത്തിൽ വന്ന് ഉറുമ്പിനെ ഇങ്ങനെ തേക്കേറി ഇങ്ങനെ ഉറുമ്പിനെ എടുത്തുകൊണ്ട് ഈ ഇല ഇങ്ങനെ വെള്ളത്തിന്റെ ഓളത്തിൽ ഇങ്ങനെ അലയടിച്ച് ഇങ്ങനെ പോകും. കുറച്ച് കഴിയുമ്പോ ഈ ഇല ഉറുമ്പിനെ കൊണ്ട് അക്കരയ്ക്ക് ആക്കി കൊടുക്കും. ഉറുമ്പ് ഇങ്ങനെ തിരിഞ്ഞു നോക്കി ഇലയോട് താങ്ക്സ് പറയാനായിട്ട് ഇങ്ങനെ കൈ പൊക്കുമ്പോ ഇലയെ കാണൂല. ഇല വീണ്ടും ഇങ്ങനെ വെള്ളത്തിലൂടെ ഇങ്ങനെ ആടി ഒലഞ്ഞിങ്ങനെ പൊക്കൊണ്ടേയിരിക്കും. ഈ കഥയിൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇലയല്ല കേട്ടോ. ഉറുമ്പിങ്ങനെ വെള്ളത്തിൽ വീണപ്പോ മരത്തിന്റെ മുകളിൽ ഇടങ്ങേറ് പിടിച്ച ഉറുമ്പിനെ കണ്ടൊരു പ്രാവുണ്ടായിരുന്നു. ഈ പ്രാവാണ് ഈ ഇല തട്ടി ഇങ്ങനെ താഴെ ഇടുന്നത്. ഇലയ്ക്കൊരൊറ്റ ഉദ്ദേശമുള്ളായിരുന്നു ആ വെള്ളത്തിലേക്ക് വരാൻ. ആ ഉദ്ദേശത്തിന്റെ പേര് ഉറുമ്പിനെ പിടിച്ചപ്പുറത്ത് കൊണ്ടാക്കല. അതുകൊണ്ടാണ് ഉറുമ്പ് നന്ദി പറയാൻ നിന്നപ്പോ വെയിറ്റ് ചെയ്യാതെ പോയത്. കാര്യം നന്ദി കേക്കല് ഇലയുടെ പണിയല്ല. ഇലയ്ക്കൊരൊറ്റ പണി ഉണ്ടായിരുന്നു, ഇടങ്ങേറായ ഉറുമ്പിനെ അപ്പുറത്തെത്തിക്കാൻ. ഞാൻ പറയും, പ്രപഞ്ചത്തിന്റെ മുകളിൽ ഒരു വെളുത്ത വെളിച്ചം, പ്രാവിന്റെ കോലത്തിൽ ഒരു വലിയ വെളിച്ചം, പടച്ചവനെന്ന ഒരു വെളിച്ചം നമ്മളിങ്ങനെ തട്ടി ഈ ഭൂമിയിലേക്ക് വിട്ടത് ഇടങ്ങേറായി നിൽക്കുന്ന കുറെ മനുഷ്യർ. നമ്മുടെ അയൽപക്കമാകാം, നമ്മുടെ സൊസൈറ്റിയിലെ മനുഷ്യരാകാം. ഇടങ്ങേറായി നിൽക്കുന്ന ഈ മനുഷ്യരെയൊക്കെ ഇങ്ങനെ കൈപിടിച്ചിട്ട് അപ്പുറത്തോട്ട് കൊണ്ടെത്തിച്ചു കൊടുക്കണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ പണി. ഖലീഫത്തുള്ള എന്ന് പറയും, ഖലീഫ ആകാൻ പറ്റണം. മനുഷ്യരെ ഇങ്ങനെ പിടിച്ച് അക്കരയ്ക്ക് എത്തിച്ചു കൊടുക്കണം. എന്നിട്ട് തിരിഞ്ഞൊരു നന്ദി പോലും കേൾക്കാൻ കൂട്ടാക്കാതെ തിരിഞ്ഞ് നടന്നു പോകണം. കാരണം എന്താണെന്നറിയോ? ഇലക്ക് കിട്ടേണ്ട ഒരു സുഖം, വേറെ ആരും അറിയാത്തൊരു സുഖം ഇലക്ക് കിട്ടുന്നുണ്ട്. ആ സുഖത്തിന്റെ പേര് വെള്ളത്തിന്റെ തണുപ്പാണ്. ഇല ഇങ്ങനെ മരത്തിന്റെ മുകളിൽ ചൂടത്ത് നിന്ന ഇലയ്ക്ക് വെള്ളത്തിൽ കിടന്ന് ഈ ഉറുമ്പിനെ സംരക്ഷിച്ചപ്പോ കിട്ടിയ ഒരു തണുപ്പുണ്ട്. ആ തണുപ്പിന്റെ പേരാണ് സ്വസ്ഥത. അസ്വസ്ഥരായിരിക്കുന്ന നമുക്ക് സ്വസ്ഥത കിട്ടണമെങ്കിൽ ഒരു ഇലയെ പോലെ
ഒരു ദിവസം വെള്ളം തന്റെ സുഹൃത്തായ പാലിനെ കാണാൻ വന്നു. പാൽ വെള്ളത്തെ കണ്ടപ്പോൾ തന്നെ സന്തോഷത്തോടെ ചേർത്ത് പിടിച്ചു. അതേ നിമിഷം ഒരത്ഭുതം സംഭവിച്ചു. വെള്ളത്തിന്റെ മൂല്യം പെട്ടെന്ന് ഉയർന്നു. വെള്ളം സന്തോഷത്തോടെ ചോദിച്ചു, സുഹൃത്തെ, ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? നിന്നോടൊപ്പം ചേരുമ്പോഴെല്ലാം ഞാൻ പെട്ടെന്ന് അമൂല്യനായിത്തീരും. പാൽ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സുഹൃത്തെ, നീ എപ്പോൾ എന്നോട് ചേർന്നാലും നിന്റെ നിറവും സ്വത്വവുമൊക്കെ എന്നിൽ ലയിപ്പിക്കുന്നു. നിന്റെ രൂപം തന്നെ ത്യജിക്കുന്നു. അങ്ങനെ നീ സ്വയം സമർപ്പിച്ച് എന്നിലേക്ക് അലിയുമ്പോൾ ഞാൻ എങ്ങനെയാണ് നിന്നെ അമൂല്യനാക്കാതിരിക്കുന്നത്? വെള്ളം വികാരഭരിതനായി പറഞ്ഞു, നീ എനിക്ക് ഇത്രമേൽ സ്ഥാനം തരുമ്പോൾ എനിക്കും ഒരു കടമയുണ്ട്. അതുകൊണ്ടാണ് ഓരോ തവണ തീയിൽ വെച്ച് ചൂടാക്കുമ്പോഴും ഞാൻ ആദ്യം വാതകമായി പുറത്തു വരുന്നത്. പാൽ ഉടൻ തന്നെ മറുപടി പറഞ്ഞു, നീ എനിക്കായി വാതകമായി ഉയർന്നു പൊങ്ങുമ്പോൾ ഞാൻ എങ്ങനെ നിന്നെ വിട്ടുകൊടുക്കും? അതുകൊണ്ടാണ് ഞാനും നുരഞ്ഞു പൊങ്ങി നമ്മെ വേർപെടുത്താൻ ശ്രമിക്കുന്ന ആ തീ അണച്ചു കളയുന്നത്. ഇതാണ് സ്നേഹം. ഒരാൾ മറ്റൊരാൾക്കായി ത്യാഗം ചെയ്യുമ്പോൾ മറ്റേയാൾ എല്ലാ പരിധികളും കടന്ന് അയാളോടൊപ്പം നിൽക്കാൻ ശ്രമിക്കുന്നു. ഒരു ദിവസം വെള്ളം തന്റെ സുഹൃത്തായ പാലിനെ കാണാൻ വന്നു. ഒരാൾ നിങ്ങളുടെ മുന്നിൽ ദേഷ്യത്തോടെ സംസാരിക്കുകയാണെങ്കിൽ അത് നിശബ്ദമായി ശ്രദ്ധിക്കുക. കാരണം ദേഷ്യപ്പെടുമ്പോൾ മനുഷ്യൻ പലപ്പോഴും സത്യം മാത്രമേ പറയാറുള്ളൂ. ഒരാൾ നിങ്ങളുടെ മുന്നിൽ ദേഷ്യത്തോടെ സംസാരിക്കുകയാണെങ്കിൽ അത് നിശബ്ദമായി ശ്രദ്ധിക്കുക. കാരണം ദേഷ്യപ്പെടുമ്പോൾ മനുഷ്യൻ പലപ്പോഴും സത്യം മാത്രമേ പറയാറുള്ളൂ. ഒരാൾ നിങ്ങൾ ദൈവമേ, അവിടുന്നാണ് എൻ്റെ ദൈവം. ഞാൻ അങ്ങയെ തേടുന്നു. എൻ്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു. ഉണങ്ങി വരേണ്ട ഭൂമി എന്ന പോലെ എൻ്റെ ശരീരം അങ്ങയെ കാണാതെ തളരുന്നു. അങ്ങയുടെ ശക്തിയും മഹത്വവും ദർശിക്കാൻ ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ വന്നു. അങ്ങയുടെ കാരുണ്യം ജീവനേക്കാൾ കാമ്യമാണ്. എൻ്റെ അധരങ്ങൾ അങ്ങയെ സ്തുതിക്കും. പ്രായം ചെന്ന ഒരു മുത്തശ്ശിയോട് യുവതിയായ ഒരു അമ്മ കുട്ടികളെ ശിക്ഷിച്ച് വളർത്തുന്നതിൽ ഉപദേശം ചോദിച്ചു. അതിനു മറുപടിയായി അവർ അവരുടെ ജീവിതത്തിലുണ്ടായ ഒരനുഭവം പറഞ്ഞു കൊടുക്കുകയാണ്. അവരുടെ മകൻ്റെ കുട്ടിക്കാലത്ത് അവൻ എന്തോ ഒരു വികൃതി കാണിച്ചു. അമ്മയ്ക്ക് വല്ലാത്ത ദേഷ്യം വന്നു. ദേഷ്യം തീർക്കാൻ അവനെ അടിക്കാനായി ഒരു വടിപരതിയെങ്കിലും കിട്ടിയില്ല. ഒടുവിൽ അമ്മ അവനോട് തന്നെ ആക്രോശിച്ചു, പോയി ഒരു വടിയെടുത്തുകൊണ്ട് വാടാ. കുട്ടി പേടിച്ച് ഓടിപ്പോയി. വടി അന്വേഷിച്ചെങ്കിലും അവിടെ നിന്ന് ഒരു വടി ഒടിച്ചെടുക്കാൻ അവന് സാധിച്ചില്ല. അവൻ തിരിച്ചു വന്നത് സാമാന്യം വലിപ്പമുള്ള കൂർത്ത ഒരു പാറക്കല്ലുമായിട്ടായിരുന്നു. അത് കണ്ടപ്പോൾ അമ്മയുടെ നെഞ്ചുന്ന് പിടഞ്ഞു. കുട്ടി നിഷ്കളങ്കതയോടെ പറഞ്ഞു, വടിയൊന്നും ഒടിച്ചെടുക്കാൻ കിട്ടിയില്ല അമ്മേ. അമ്മ ഈ കല്ലുകൊണ്ട് എന്നെ ഇടിച്ചോളൂ. അവൻ വിതുമ്പിക്കൊണ്ട് തുടർന്നു, അമ്മയ്ക്ക് എന്നെ വേദനിപ്പിച്ച് അമ്മയുടെ ദേഷ്യം തീർക്കണമെങ്കിൽ വടിയായാലെന്താ, കല്ലായാലെന്താ? ഇത് കേട്ടപ്പോഴാണ് അമ്മയ്ക്ക് തൻ്റെ ശിക്ഷയുടെ അർത്ഥമില്ലായ്മ മനസ്സിലാകുന്നത്. ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറായി നിന്ന മകനെ അവർ വാരിപ്പുണർന്ന് അമ്മയുടെ കണ്ണു നിറഞ്ഞു. ആ മുത്തശ്ശി തുടർന്നു, അവൻ അന്ന് കൊണ്ടുവന്ന ആ കല്ല് കുറേ നാൾ അടുക്കളയിലെ ചില്ലലമാരിയിൽ എന്നും കാണാവുന്ന വിധത്തിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാണുമ്പോഴൊക്കെ ഞാൻ കുട്ടികൾക്ക് കൊടുക്കുന്ന ശിക്ഷയുടെ അർത്ഥമില്ലായ്മയെപ്പറ്റി എന്നും ഓർക്കുമായിരുന്നു. നമ്മൾ കുട്ടികളെ ശിക്ഷിക്കുന്നത് കുട്ടികൾക്ക് തെറ്റ് തിരുത്താനുള്ള അനുഭവമെന്ന നിലയിലാവണം. അല്ലാതെ മാതാപിതാക്കളുടെ ദേഷ്യം തീർക്കാനുള്ള ഒരു ഉപാധിയായിട്ടാവരുത്. നമ്മൾ കുട്ടികൾക്ക് ശിക്ഷ നൽകുമ്പോൾ വേദനിച്ച് അവർ കരയട്ടെ എന്നാവരുത് നമ്മുടെ ലക്ഷ്യം. അങ്ങനെ വേദന ഏറെ ഏറ്റുവാങ്ങുന്ന കുട്ടികൾ പ്രായപൂർത്തിയാകുമ്പോൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തിയേക്കാം. നമ്മൾ കുട്ടികളെ ശിക്ഷിക്കുമ്പോൾ ഒരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ശിക്ഷ കൊണ്ട് നമ്മൾ തിരുത്തുവാൻ ആഗ്രഹിക്കുന്ന കുട്ടികളിലെ തെറ്റ് എന്താണെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവർക്കത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ശിക്ഷ കൊണ്ട് അർത്ഥമുള്ളൂ.
അതല്ലെങ്കിൽ അപ്പോഴത്തെ നമ്മുടെ ദേഷ്യം ഒന്നടങ്ങുമെന്നല്ലാതെ കുട്ടിയിൽ യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളും വന്നെന്ന് വരില്ല. അതുകൊണ്ട് കുട്ടികളെ ശിക്ഷിക്കുന്നതിന് മുൻപ് ഒരു സ്വയം പരിശോധന നടത്തുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. എടപ്പള്ളിയില് പോവാം. ക്യാഷ് കുറച്ച് കൂടുതൽ എടുത്തോട്ടാ, എനിക്ക് മോൺസറിനൊക്കെ മേടിക്കണം. ദൈവമേ, ചെക്കൻ ലോൺ എടുപ്പിക്കോ? ഒരു രാത്രിയാണ് തിരക്ക്, നമുക്കൊരു കോഴീനെ കൊണ്ടുവരായിരുന്നു. നീ കൂടെയുള്ളപ്പോ എന്തിനാടാ വേറെ കോഴി? ഒന്നുമില്ല, പള്ളി പോയി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാ. ആ, ഈ പാവം അമ്മാമേനെ എന്താ ദൈവം കാണാതെ? ദൈവം തിന്നണോ? എടാ നീ പറഞ്ഞ ട്രക്കില്ലേ, അതിനൊരു 600 രൂപയാവും. അതിനകത്തൊരു 300 രൂപ അമ്മാമ്മയ്ക്ക് കൊടുത്തിട്ട് നിനക്ക് എന്തെങ്കിലും ചെറിയ കളിപ്പാട്ടം മേടിച്ചു തന്നാ മതിയാ. എടാ ഈ ഭൂമിയിൽ പാവപ്പെട്ടവരുള്ളതേ ദൈവത്തിന്റെ കുഴപ്പം കൊണ്ടല്ല, നമുക്ക് പങ്കുവയ്ക്കാൻ മനസ്സിലാത്തോണ്ടാ. എടാ ഈ ഭൂമിയിൽ എല്ലാവരുടെയും ആവശ്യത്തിനുള്ളതെല്ലാം ഉണ്ട്, എല്ലാവരുടെയും അത്യാഗ്രഹത്തിനുള്ളതില്ല. ഞാൻ നിന്നോട് പറഞ്ഞില്ല അമ്മാമ്മയ്ക്ക് കുറച്ച് പൈസ കൊടുക്കാന്ന്, അപ്പൊ നീ പറഞ്ഞില്ല അതിന്റെ ആവശ്യമില്ലാന്ന്. അവിടെയാണ് പ്രശ്നം. നമുക്ക് പങ്കുവയ്ക്കാൻ മനസ്സുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ ഒരു പാവപ്പെട്ട ആളും ഉണ്ടാവില്ല. മാട്ടിയോ, നമുക്ക് പള്ളി പെരുന്നാളോ ആയാലോ? എടപ്പള്ളിയില് പോവാം. ക്യാഷ് കുറച്ച് കൂടുതൽ എടുത്തോട്ടാ, എനിക്ക് മോൺസറിനൊക്കെ മേടിക്കണം. മുഖത്താണ് ചിരി വിടരുന്നതെങ്കിലും പല ചിരികൾക്കും പിന്നിലും പല മുഖങ്ങളുണ്ട്. ചിരിയിൽ മരുന്ന് കണ്ടെത്തുന്നവരും ചിരിയിൽ വേദനകളെ ഒളിപ്പിക്കുന്നവരും എല്ലാം ചിരിച്ചൊതുക്കുന്നവരും ചിരിച്ച് എടുക്കുന്നവരും ചിരിച്ച് തള്ളുന്നവരും ചിരിച്ച് കളയുന്നവരും ചിരി ആയുധമാക്കുന്നവരും ചിരി കൊണ്ട് ആശയക്കുഴപ്പമുണ്ടാക്കുന്നവരും ചിരിച്ച് ചതിക്കുന്നവരും കരഞ്ഞുകൊണ്ട് ചിരിക്കുന്നവരും ചിരിച്ചുകൊണ്ട് കരയുന്നവരും ചിരിച്ച് ഹൃദയം കീഴടക്കുന്നവരും ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുന്നവരുമുണ്ട്. ചിരി ഒരു സുഖമുള്ള പ്രതികരണവും വികാരവുമാണ്. ലോകത്തിൽ ആയിരക്കണക്കിന് ഭാഷകളുണ്ട്, ലക്ഷക്കണക്കിന് ഭാഷാഭേദങ്ങളുണ്ട്. എന്നാൽ എല്ലാവരുടെയും ചിരി ഏതാണ്ടൊക്കെ ഒരുപോലെയാണ്. മുഖത്താണ് ചിരി. നമുക്ക് കുറച്ചു പേരെ എല്ലാ കാലവും പറ്റിക്കാം, എല്ലാവരെയും കുറച്ചു കാലവും പറ്റിക്കാം. എന്നാൽ എല്ലാവരെയും എല്ലാ കാലവും പറ്റിക്കാനാവുകയില്ല. ഇത് തെളിയിക്കുന്ന ഒരു കഥയാവട്ടെ. ഇന്ന് ഒരു കുറുക്കൻ ഇരതേടി നടക്കുന്നതിനിടയിൽ പട്ടികളുടെ മുമ്പിൽപ്പെട്ടു. ഈ പട്ടികളെല്ലാം കൂടി കുറുക്കനെ ഓടിച്ചു. പ്രാണഭയം കൊണ്ട് ഓടിയ കുറുക്കൻ നെയ്ത്തുകാരൻ കലക്കി വെച്ചിരുന്ന കലക്കി വെച്ചിരുന്ന ചായം കലക്കി വെച്ചിരുന്ന പാത്രത്തിനകത്ത് വീണു. ചാടി പെരണ്ട് അതിനകത്തുനിന്ന് പുറത്തു കിടന്ന ഈ കുറുക്കൻ തന്റെ കാട്ടിലെത്തിയപ്പോൾ എല്ലാ മൃഗങ്ങളും അത്ഭുതാദരവുകളോടെ ഈ വിചിത്ര കളറുള്ള ജീവിയെ നോക്കി. കാട്ടിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ജീവി വരുന്നത്, ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ കളറുള്ള ഒരു ജീവിയെ കാണുന്നത്. അപ്പൊ ആദ്യം മൃഗങ്ങളുടെ പ്രതികരണം കണ്ടപ്പോൾ കുറുക്കന് മനസ്സിലായി തന്റെ കളറ് മാറിയപ്പോൾ താൻ ഏതോ വിചിത്ര ജീവിയാണെന്ന് ഈ കാട്ടിലെ മൃഗങ്ങളെല്ലാം തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഉടൻ കുറുക്കൻ തന്റെ സൂത്രം പുറത്തെടുത്തു. കുറുക്കൻ എല്ലാവരെയും വിളിച്ചുകൂട്ടി പറഞ്ഞു, ദൈവം എന്നെ ഇങ്ങോട്ടേക്ക് അയച്ചിരിക്കുന്നതാണ് ഈ കാടിന്റെ രാജാവാകാൻ. ഈ വിചിത്ര കളറുള്ള ജീവിയെ കണ്ട എല്ലാ മൃഗങ്ങളും അത് സമ്മതിച്ചു. കുറുക്കനെ രാജാവായി വാഴിച്ചു. കുറുക്കൻ സസുഖം ആ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ആ കാട്ടിലെ രാജാവായി വാഴുകയെ. ഒരു ദിവസം ഭക്ഷണമെല്ലാം കഴിഞ്ഞ് ഞാൻ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചപ്പോഴാണ് അങ്ങ് അകലെ നിന്ന് കുറുക്കന്മാർ ഓരിയിടുന്ന ശബ്ദം കേട്ടത്. കുറുക്കൻ ഓരിയിടുന്ന ശബ്ദം കേട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മറ്റ് കുറുക്കന്മാരും ഓരിയിട്ട് തുടങ്ങും. അങ്ങനെ അകലെ നിന്ന് കുറുക്കന്റെ ഓരിയിടൽ ശബ്ദം കേട്ടപ്പോൾ അറിയാതെ ഈ നീലക്കുറുക്കനും ഓരിയിട്ടു. അപ്പോഴാണ് കാട്ടിലെ മറ്റു മൃഗങ്ങൾക്ക് മനസ്സിലായത് തങ്ങൾ രാജാവായി അഭിഷേകം ചെയ്തിരിക്കുന്ന ഈ നീല ജീവി ഒരു ദൈവം അയച്ച അത്ഭുത ജീവിയൊന്നുമല്ല, ഇത് പെയിന്റ് അടിച്ച കുറുക്കനാണെന്ന്. പ്രിയപ്പെട്ടവര്, നാം സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നാം പലപ്പോഴും എത്രയോ കള്ളങ്ങൾ പറയുന്നുണ്ട്. ആ കള്ളങ്ങളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ
വെളിപ്പെട്ടു വരും എന്നാണ് ഈ കഥ നമ്മോട് പറയുന്നത്. അപ്പൊ നമ്മുടെ സത്യസന്ധതയോടെ നാം നേടുന്നത് മാത്രമേ, യഥാർത്ഥത്തിൽ അധ്വാനിച്ച് നാം നേടുന്നത് മാത്രമേ നമുക്ക് നിലനിൽക്കുകയുള്ളൂ എന്നാണ് ഈ നീലക്കുറുക്കന്റെ കഥ നമ്മളോട് പറയുന്നത്. ഞാനും നിന്നെ വിധിക്കുന്നില്ല, പോയിക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്. യോഹന്നാൻ 8:11. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഗുഡ് നൈറ്റ്.